ഒരുപാട് എന്താ പറയാ പാട്രിയാർക്കി ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. പക്ഷെ അത് വേറൊരു എന്താ പറയാ വേറൊരു സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്തിട്ട് ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് അഭിപ്രായമൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് വിളിക്കാൻ പറ്റുമല്ലേ ദിവ്യയെ? എല്ലാ ആൾക്കാരും അഭിപ്രായങ്ങൾ തുറന്നു പറയണ്ടേ? എന്നെ മാത്രമല്ല, എല്ലാരും ഫെമിനിസ്റ്റ് അല്ലേ? അങ്ങനെ വേണ്ടേ? എല്ലാവരും ആ ധാരയിൽ തന്നെ സഞ്ചരിച്ചാൽ ഇതിപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പം എന്തോ മറ്റേ ഈ കേസിൽ പ്രതിയല്ലേന്ന് ചോദിക്കുന്ന പോലെയാ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയണല്ലോ ഉറപ്പായിട്ടും. ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിനെ തന്നെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ള എന്തോ ആണെന്നുള്ള തെറ്റിദ്ധാരണ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ മാറുന്നുണ്ടല്ലേ? മാറുന്നുണ്ട് ഉറപ്പായിട്ടും. ഈ സിനിമയെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുമ്പോൾ അഭിനയത്തെ കുറിച്ചാണ് നമ്മൾ പൊതുവിൽ സംസാരിക്കുക. അഭിനയം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള, ഇതെങ്ങനെ പഠിച്ചു എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ചോദ്യങ്ങൾ വരിക. ഇത് ചിലരൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പുതിയ ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ എനിക്കൊക്കെ കുറച്ച് പേടിയുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പൊ വലിയ സിനിമയുടെ ഭാഗമാണ് ഇപ്പൊ അയക്കുന്നത് ദിവ്യപ്രഭ. അപ്പം കുറച്ചുകൂടെ ഷോൾഡർ ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ നമ്മൾ ചെറിയ സിനിമകളിൽ ചെറിയ രീതിയിൽ മുഖം കാണിച്ചത് പോലെ അല്ല. മാലിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തമാശയിലൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും പക്ഷെ ത്രൂ ഔട്ട് ഹാൻഡിൽ ചെയ്യേണ്ട, ഹോൾഡ് ചെയ്യേണ്ട, വേറെ ആരുടെയും ഷോൾഡറിൽ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് തോന്നുമ്പോൾ ആ ടെൻഷൻ അടിച്ചാണോ നിന്നത്? അതിന്റെ പ്രിപ്പറേഷൻസും എന്തൊക്കെയായിരുന്നു? എനിക്കിപ്പോഴും എൻ്റെ ഒരു എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്താ, എനിക്കൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു 9 years എന്ന് പറയുന്നത് എന്റെ പഠനം തന്നെയായിരുന്നു. ഇനിയും പഠിക്കാൻ കിടക്കുന്നു. അത് തന്നെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ ആ 9 years എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുട്ടി കുട്ടി റോൾസ് ചെയ്തിരുന്നെങ്കിൽ പോലും എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് എടുക്കാനുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരുന്നു കറക്റ്റ് സമയമെന്ന് ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ ലേറ്റ് ചിലവർ ഇത്രയും ടൈം എടുത്തോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. ഒരുപക്ഷെ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഏൽപ്പിച്ചാൽ എനിക്ക് ഒരിക്കലും ഇത് കുറച്ചെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ ശരിക്കും പഠിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ചെയ്യാതെ ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ തന്നെ ഈ ഷോൾഡർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ഈ കാര്യത്തിൽ പാർവതി കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, കുറച്ചുകൂടെ ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അത് അയാളുടെ സിനിമയും അയാൾ ഷോൾഡർ ചെയ്യും, അതിനനുസരിച്ച് അയാൾ ചില അഭിപ്രായങ്ങൾ ഷോൾഡർ ചെയ്യുന്നത്. ആ തരത്തിലൊക്കെ നമ്മൾ അങ്ങനെയായിരിക്കും വളർന്നു വരിക? അതേ നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ കാര്യം മാത്രം നോക്കിയായിരിക്കോ ഇനി പോവുക? കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ദിവ്യപ്രഭ. മെയിൻ ഫോക്കസ് എന്തായാലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, അഭിനയം പഠിക്കണം, കുറച്ചും കൂടി നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളതായിരിക്കും. പക്ഷെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും കണ്ണടയ്ക്കുന്ന ആളല്ല ഞാൻ. അത് കണ്ണടയ്ക്കാൻ പറ്റില്ല. നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ കണ്ണടയ്ക്കുന്ന ആളല്ല. അത് പറയേണ്ടത് പറയേണ്ട പോലെ പറയണം എന്ന് പറയുന്ന ആൾ തന്നെയാണ്.